കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ അവതരിപ്പിക്കുന്ന സൈബർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൈബർ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സൈബർ ക്ലബ്ബ് എന്താണെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും. നമുക്ക് മഹേഷ് പറയാം. സൈബർ ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഒരു കോമൺലി നമ്മളുടെ കോളേജിലെ ഒരു ക്ലബ്ബാണ്. ഇവിടെ സൈബറിനെ പറ്റി ചെറിയ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. സൈബർ ആയിട്ടുള്ള ഫങ്ഷൻസും പറഞ്ഞു തരും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറേ സൈബർ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം, സൈബർ പിന്നെ അത് കഴിഞ്ഞിട്ട് വെബ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സ്, ഇതെല്ലാം എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതേപോലെ നമുക്ക് പല ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ഇവിടെ കോളേജിൽ കൊണ്ടുവന്ന് വെബിനാർസ് ഇവിടെ സൈബർ ക്ലബിന്റെ ത്രൂ വെബിനാർസ് നടക്കാറുണ്ട്, വർക്ക്ഷോപ്സ് നടക്കാറുണ്ട് സൈബർ ക്ലബിന്റെ. ഇത് നമുക്ക് ബെനിഫിഷ്യറി ആണ്. കാരണം സൈബർ ക്ലബിന്റെ ഒരു പാർട്ടായി മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള നമുക്കൊരു അവസരമാണ്. നമുക്ക് നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലുപ്പാറയിലെ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ നമുക്ക് മെമ്പർ ആകാനുള്ള ഇതിൽ അവസരമുള്ളത്. ഭാവിയിൽ ഇനിയും അതിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയത്തിലേക്ക് പോകാം. അതെ, കേരളത്തിൽ ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയമാണ് സൈബർ അറ്റാക്സ്. അല്ലേ? അതെ. നമ്മുടെ പലർക്കും അറിയത്തില്ല എന്താണ് ഈ സൈബർ സെക്യൂരിറ്റി. നമ്മുടെ സാധാരണ ആളുകൾക്ക് ആവശ്യമുള്ള കാര്യമാണോ ഈ സൈബർ സെക്യൂരിറ്റി, അതോ IT പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ളതാണോ? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ടിങ് യുവർ സെൻസിറ്റീവ് ഡേറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ വേറെ ആരും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാതെ യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ആർക്കും മലീഷ്യസ് ആയിട്ട് വേറെ ആരെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നമ്മളൊരു വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പുറത്തുനിന്ന് ഒരാൾ കയറി വരാതിരിക്കും നമ്മളൊരു വാതില്, ഗേറ്റ്, മറ്റൊരാളെ നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ, അതാണ് സൈബർ സെക്യൂരിറ്റി. അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുവാണ്, നിങ്ങളുടെ ഒരു ഡേറ്റ ബ്രീച്ചസ്, ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റീസ്. അതെ, നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെയും ചിന്തിക്കാം. അതെ, ഓക്കെ. ഇപ്പം നമ്മള് കൊറോണ പീരീഡ് ആണ് ആക്ച്വലി ഒരു ഡിജിറ്റൽ ഡിവൈസിനെ കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു സമയം. കൊറോണ എന്ന് പറയുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ എന്ന് വെച്ചാൽ നമ്മള് സ്കൂളിലൊന്നും ഒരു ഫോൺ കൊണ്ടുപോകത്തില്ല, സ്കൂളിൽ ഫോൺ ടീച്ചർ വഴക്ക് പറയും. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഫോൺ കിട്ടിയാൽ തന്നെ കൊറോണ പീരീഡ് കഴിഞ്ഞിട്ടാണ്. അതെ, ആ ഒരു 2 വർഷമാണ് മേജർ ഇമ്പാക്ട്, വലിയൊരു ട്രാൻസിഷൻ പീരീഡ് എന്ന് വേണം അതിന് വേണ്ടി പറയാൻ. കാരണം അപ്പോഴാണ് ഗൂഗിൾ പേ, ഫോൺ പേ, ഗ്രോസറീസ് എല്ലാം, ഓൺലൈൻ ഷോപ്പിംഗ്സ് എല്ലാം അന്നേരമാണ് സജീവമായത്. കൂടുതലും അന്നേരമാണ് ഇംപ്ലിമെന്റ് വന്നതും പുതിയ ടെക്നോളജീസ് വന്നതുമല്ല. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു പലരും പ്രായമായ ആളുകളും എൻ്റെ അമ്മയാണെങ്കിൽ പോലും കൂടുതൽ ഫോൺ ഉപയോഗിച്ചും എല്ലാം അതുമായിട്ട് അഡാപ്റ്റ് ആയി തുടങ്ങിയത് ആ പീരീഡിലാണ്. ഇപ്പം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതും കൂടുതൽ അന്നേരമാണ് സജീവമായത്. പിന്നെ നമ്മുടെ ഫുഡ് ഡെലിവറി, അതാണ് അന്ന് സ്വിഗ്ഗി, സൊമാറ്റോ, അതൊക്കെ അന്നേരമാണ് കൂടുതലും ഇതായത്. സ്വിഗ്ഗി, സൊമാറ്റോ, പിസ്സ ഹട്ട്, ഇങ്ങനെ കുറെ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ കുറെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ മനസ്സിലായി ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി അവർക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും അവർക്ക് പ്രോഫിറ്റബിൾ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പ്രോഫിറ്റബിൾ മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ അവർക്ക് സെക്യൂരിറ്റി അവർക്ക് മെയിൻലി നോക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു ഫോൺ ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന് സെക്യൂരിറ്റിയും പ്രൈവസിയും വേണം. അതെ, ഇപ്പൊ ഏതൊരു കമ്പനി ആണെങ്കിലും ആദ്യം അതിന്റെ ഫീച്ചറിനോട് അതിനുപരി നോക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ സെക്യൂരിറ്റിയാണ്. ഇപ്പം ആപ്പിൾ പോലുള്ള കമ്പനികൾ അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഇപ്പം AI ഒക്കെ അവരും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിനെയെല്ലാം സെക്യൂർ ആക്കാൻ വേണ്ടി അവരൊരു ഹാക്കേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ആളുകളെ വിളിച്ചിട്ട് അവരെ ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതെന്തിന് നമ്മൾ ഉദ്ദേശിക്കും, അവരെങ്ങനെ ഇത്രയും സേഫ് ആയിട്ട് നിൽക്കുന്നത്, അവരുടെ തന്നെ കമ്പനിയിലുള്ള ഹാക്കേഴ്സിനെ വെച്ച് അവർ ടെസ്റ്റ് ചെയ്യും. അതിനുപരി അവർ പുറത്തു നിന്നുള്ള ഹാക്കേഴ്സിനെ വിളിച്ച് അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കമ്പനിയുടെ ഫെയിം ആണ് പ്രധാനം. അതെ, അതുകൊണ്ട് അവർക്ക് കമ്പനി ഫെയിം ആവും. പിന്നെ അവർക്ക് പറയാം നമ്മളുടെ ഡിവൈസസ് ആരും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് എന്താ സെക്യൂരിറ്റി സ്ട്രോങ് ആവും, അവർക്ക് ബ്രാൻഡ് നെയിം കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ പുതിയ ബ്രാൻഡ്സ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ആളുകൾ മേടിക്കും. അതാണ് ആപ്പിൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന AI-ലാണ്. അപ്പൊ അവരുടെ ഡേറ്റാബേസിൽ എന്തെങ്കിലും ഹാക്കർ മലീഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിനെ ട്രെയിൻ ചെയ്യാൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
അതാണ് നമ്മൾ സൈബർ യൂസേഴ്സിനെയാണ് അത് ബാധിക്കുന്നത്. അതാണ് സൈബർ സെക്യൂരിറ്റിയിലും നമുക്ക് AI ട്രെയിനേഴ്സ് ഉണ്ട്. AI ട്രെയിനേഴ്സ് അതിൽ നമ്മൾ നോക്കുന്നു മലീഷ്യസ് കോഡ്സ് എല്ലാം ഉണ്ടോ ഇല്ലയോ. അത് പിന്നെ നമ്മൾ അതിനെ പിന്നെ റീട്രെയിൻ ചെയ്യുന്നു. നമ്മൾ AI-നെല്ലാം പിന്നെ റീട്രെയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു സെൻസിറ്റീവ് ഡേറ്റ. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തോ ഹൗ ടു സൂയിസൈഡ് വൈൽ ഈറ്റിംഗ് എ ഡയമണ്ട് ലൈക്ക് ദാറ്റ്. അതൊരു ദിസ് ഇസ് സെൻസിറ്റീവ് കോണ്ടന്റ്, വി കനോട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ്. ഇതെങ്ങനെയാണ് ഇതെല്ലാം ട്രെയിൻ ചെയ്തിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം ആവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിക്കും നമ്മളെ ഒരു സാധാരണ ഒരു മനുഷ്യന് ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു വീട്ടിൽ അല്ലെ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. വലിയ വലിയ ആളുകൾക്ക് വരെ ഇത് പ്രശ്നമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കാര്യം പറയണം. ഒരു സൈബർ സെക്യൂരിറ്റി ഹൈജീൻ ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് എപ്പോഴാണെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ജനറലി നമ്മുടെ ഒരു കണ്ടുവരുന്നതെന്ന് വെച്ചാൽ IT പ്രൊഫഷണൽസ് മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി ഈ സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസ്. അല്ലല്ല, IT പ്രൊഫഷണൽ മാത്രമല്ല, നോർമലി എല്ലാ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ ഏത് ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. നോർമലി ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആൻഡ്രോയിഡ് ഫോൺ മീൻസ് ഓപ്പൺ സോഴ്സ് ആണ്. അത് വേണമെങ്കിൽ റിവാലുവേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഈ പുതിയ വൈറസസ് ഇതും ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻബിൽഡ് ആയിട്ട് അവരുടെ അപ്ഡേറ്റ്സ് എല്ലാം അവർ വെളിവിടാറില്ല. അവരുടെ ഓപ്പൺ സോഴ്സ് അല്ല, അവരുടെ ക്ലോസ്ഡ് ആണ്. അത് മീൻസ് അത് വേണമെങ്കിൽ വരാം, വർത്തില്ലെന്നല്ല, അത് വേണമെങ്കിൽ വരാം. പക്ഷെ നമുക്ക് ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ നോർമൽ ഇങ്ങനെ ചുമ്മാ വരുന്ന ലിങ്ക്സ് ഒന്നും കേറല്ലേ. അത് കഴിഞ്ഞിട്ട് ആ ലിങ്ക്സ് എങ്ങനെയാണ് മലീഷ്യസ് ലിങ്ക്സ് ആണോ അല്ലയോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓൺലൈൻ അതിൽ കുറെ സൈറ്റ്സ് ഉണ്ട് ചെക്ക് ചെയ്യാൻ. ആ സൈറ്റിൽ വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. പക്ഷെ സൈറ്റിൽ കയറുന്നത് നോക്കി വേണം സൈറ്റിൽ. നമ്മൾ സൈറ്റിൽ എപ്പോഴെങ്കിലും കയറുവാണെങ്കിൽ അതിനെ ശരിക്കും നിരീക്ഷിക്കണം. അതിലെല്ലാം ഉണ്ടോ സൈറ്റിൽ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഒക്കെ യൂസ്ഫുൾ ആവുന്നത്. കാരണം അതിൽ നമുക്ക് മനസ്സിലാവും ഇത് ഫേക്ക് സൈറ്റ്സ് ആണോ അല്ലയോ എന്ന്. നമ്മൾ ജീവിക്കാൻ ശരിക്കും കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതും, ഓരോ ജോലി ചെയ്താണ് ജീവിക്കുന്നതും. അന്നേരം ചെറിയ ചെറിയ ബിസിനസ്സുകാരെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഒരു ഗൂഗിൾ പേ സ്കാനർ, QR കോഡ് യൂസ് ചെയ്താണ് അവരുടെ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നത്. പക്ഷെ ഇത് എത്രമാത്രം സെക്യൂർ ആണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ QR കോഡാണ് അവിടെ ഇരിക്കുന്നതെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്ക് തോന്നിയത് ഏടാ നമുക്ക് ഇച്ചിരി പൈസ വരാനില്ലേ, ഇതിന് പേയ്മെന്റ് വന്നോ? എപ്പോ ഗൂഗിൾ പേ ഈ QR കോഡ് സ്കാനിങ് എപ്പോ വന്നോ അന്നേരം തട്ടിപ്പ് പറഞ്ഞത് കൂടുതലും തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടായിട്ടുണ്ട്, നോർമൽ ചായക്കടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ചായക്കടയിലെല്ലാം ഇപ്പോഴാണ് കൂടുതലും ചെറിയ സ്മാർട്ട് ബോക്സ് വന്നത്, സൗണ്ട് ബോക്സ്. അതെ മെയിൻലി അത് ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു Paytm ആണെന്ന് തോന്നുന്നു. Paytm ഇംപ്ലിമെന്റ് ചെയ്തത് അറ്റ്ലീസ്റ്റ് 2022 തോന്നുന്നു അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തത്. കാരണം അതിൽ നമ്മൾ അതൊരു ഡിജിറ്റൽ ഒരു എന്തുവാ ഇപ്പൊ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നൈസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അത് മാത്രമല്ല, നമ്മളിപ്പം ഈ ഗൂഗിൾ പേ വന്നത് കാരണം പണ്ട് നമ്മൾ ലിക്വിഡ് മണി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലിക്വിഡ് മണി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിലൊരു സ്റ്റേഷനറി കടയിൽ നമ്മൾ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 50 രൂപ 50 ഇപ്പം അതിൻ്റെ പൈസ എല്ലാം കൂട്ടി വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു അറൗണ്ട് ഒരു 18 രൂപ 36 പൈസ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 19 രൂപ അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് അവരങ്ങ് മേടിക്കും. പക്ഷെ ഈ UPI ഓൺലൈൻ ട്രാൻസാക്ഷൻ വന്നത് കാരണം ഈ പൈസക്ക് വരെ വാല്യൂ ആയി. ആ പൈസ വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പൈസ എത്ര പൈസ ഉണ്ടോ അത് 0.8 പൈസ എത്ര ഉണ്ടോ അത് വരെ നമ്മൾ അയക്കാം. അതെ, ഇപ്പം ഇത് വെച്ച് നമ്മളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈ UPI സ്കാമിനെ കുറിച്ചുള്ള. പല കടകളിലും പോയി ഒരു സ്റ്റിക്കർ സ്വന്തം സ്റ്റിക്കർ ഇട്ടിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ തരുക. അതെ ഇതെല്ലാം തടയാനാണ് നമുക്ക് ഈ സൗണ്ട് ബോക്സ് ഉപകാരപ്പെടും ശരിക്കാണ്. ഓക്കെ, അപ്പം നമുക്കിനിയും ഇതിലും ഇത്രയും നമ്മളിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഇമ്പാക്ട്? അതോ ഒരു ഡിവൈസിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ ഒരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ? ഒരിക്കലും അല്ല, നമ്മുടെ മൊത്തം ഒരു ജനതയെ വേണമെങ്കിലും അത് ബാധിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും. അവരാദ്യം നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് വാർ സോണ് ബൗണ്ടറീസ് അല്ലാതെ അതെ നോർമൽ സിറ്റിസൺസ് അവിടുത്തെ കീ കോൺസെപ്റ്റ്സ് കീ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മാത്രമല്ല അവരുടെ ഡേറ്റാസ്
ആ കൺട്രിയിലെ ഡേറ്റാസും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം വാർ സോൺ, ഫിസിക്കൽ വാർ സോണിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സൈബർ വാർ സോൺ. ഏറ്റവും മറ്റു രാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് സൈബർ വാർ സോണിലേക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒന്ന് ആലോചിക്കേ, ഇപ്പൊ നമുക്ക് ഈ ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്തിരിക്കേണ്ടി വരും. എന്നാൽ മിലിറ്ററിയുടെ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി വേണം. ഏറ്റവും ആദ്യം അവർ ഫോക്കസ് ചെയ്യുന്ന പവർ ഗ്രിഡിനെ ആയിരിക്കും. പവർ ഗ്രിഡ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇലക്ട്രിസിറ്റി ഷട്ട് ഡൗൺ ചെയ്യും. അതെ, ഈ റീസെന്റ് പാകിസ്ഥാൻ വരെ എന്തോ അവര് നോട്ടിഫൈ അവർ പറയുന്നു നമ്മൾ സൈബർ അറ്റാക്ക് വഴി നമ്മൾ ഏകദേശം 30% ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈ അവർ കട്ട് ഓഫ് ചെയ്തിരുന്നു. ഇത് ഫേക്ക് ആയിരുന്നാലും പക്ഷെ എന്നാലും ഇതിന്റെ ഇമ്പാക്ട് അഥവാ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് ഒരുപാട് ചെയ്താകുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരു ചെറിയൊരു ഒരു ഹാക്കറാണ്. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇത് ഈ രാജ്യത്തിനെ മാത്രമാണ് ബാധിക്കുന്നത്. നമുക്ക് മെഡിക്കൽ സെക്ടറിലേക്ക് കിടക്കാം. ഇപ്പം റോബോട്ടിക് സർജറി നടക്കുന്ന കാലമാണ്. ഇപ്പം ഈ റോബോട്ടിക് സർജറി ആ ഒരു സിസ്റ്റത്തെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ലൈഫ് ത്രെറ്റിലാണ് ഇപ്പോ. അതെ, ഇപ്പോ ആ ഒരു ഹാക്കർ ഇപ്പോ അത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ ചെറിയതായിട്ട് ഒരു മിസ് കാൽക്കുലേഷൻ ചെയ്താൽ മതി, വേണമെങ്കിൽ മൊത്തം ഒരാളുടെ ഡെത്ത് ആവാം അവിടെ. അതെ, അപ്പം അത് സർജറി മാത്രമല്ല, ഈ നമ്മുടെ പേസ് മേക്കർ, അതെ നമ്മുടെ പേസ് മേക്കർ വരെ ഹാക്ക് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഏത് മെഡിക്കൽ സെക്ടറിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവനാണ് അത് പോകുന്നത്. അപ്പം ഫേസ് മേക്കർ വരെ ഹാക്ക് ചെയ്യാം. അപ്പം അവരെല്ലാം ഓരോ ബഗ് ബൗണ്ടി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് കേട്ടോ. ഈ നമുക്ക് ആ ഡിവൈസിന്റെ അവരുടെ തന്നെ പെൻ ടെസ്റ്റർ അല്ല, അതിന് പറയുന്നത് വൾണറബിലിറ്റി അസസ്മെന്റ് ആൻഡ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് അതിന് ജനറലി പറയുന്നത്. അതല്ലാതെ അവര് ബഗ് ബൗണ്ടി പ്രോഗ്രാംസ് നടത്തും. അങ്ങനെ വെച്ച് അവർ ആ ഡിവൈസിന്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് പാച്ച് ചെയ്യും. അതെ, ഈ ബഗ് ബൗണ്ടി നടത്തുന്നത് തന്നെ നല്ല. കാരണം ഇപ്പോ ന്യൂ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും ബഗ് ബൗണ്ടി എങ്ങനെ നടത്തുന്നത്, എന്തുവാണ് അതിന്റെ പ്രയോജനം, അതിന്റെ ഇമ്പോർട്ടൻസ്, അവർക്ക് അതിൽ നിന്ന് എന്തോ ലേൺ ചെയ്യാം. എനിക്ക് തോന്നുന്നു സൈബർ ഫീൽഡിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഒന്ന് തട്ടിപ്പ് വഴി, അല്ലെങ്കിൽ നേരായ വഴി, ബഗ് ബൗണ്ടി പോലുള്ള നേരായ വഴിയിലൂടെ പോവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞതില് 2025 സൈബർ സെക്യൂരിറ്റിയുടെ പ്രാധാന്യം ഉണ്ട്. അതിന് നമ്മൾ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ AI കുറിച്ചാ. അല്ലേ? അതെ, ഇപ്പൊ കൂടുതലും സെക്ടേഴ്സിൽ AI വന്ന് തുടങ്ങി. AI വന്ന് തുടങ്ങിയപ്പോ അതിന്റെ AI അറ്റാക്സും തുടങ്ങിയിട്ടുണ്ട്. AI അറ്റാക്സിനെ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ AI തന്നെ നമ്മൾ വേണമെങ്കിൽ വെച്ച് പ്രതിരോധിക്കാം. നമുക്കിപ്പോ എയർടെൽ AI എടുക്കാണെങ്കിൽ, എയർടെൽ AI ആരൊക്കെ ഇവിടെ എയർടെൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ എയർടെലിന്റെ ഒരു ഫീച്ചറാണ് എയർടെൽ AI. അതിൽ അവർ എന്താ റാൻസം വെയർ, നോർമൽ എന്തൊക്കെ അറ്റാക്സ് ഉണ്ട് അത് ബ്ലോക്ക് ചെയ്യും. നോർമൽ സ്പാം കോൾസ് അവർ നോട്ടിഫൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നോർമലി എന്തൊക്കെ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കോൾസ് ഉണ്ടോ, നോർമലി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന കോൾ ഉണ്ടോ, അവരും അത് ബ്ലോക്ക് ചെയ്യും. അത് നോർമലി പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ മെസ്സേജസും പിന്നെ ഇതും സ്പാം കോൾസും സ്പാം മെസ്സേജസും വിത്ത് ലിങ്ക് അത് അവർ സ്കാൻ ചെയ്തിട്ടാണ് അവർ നമുക്ക് അയക്കുന്നത്. ഇതാണ് EAന്റെ ഓരോ ഫീച്ചേഴ്സ് ഈ എയർടെൽ AI. ടെലികോം വകുപ്പ് വേറൊരു കാര്യം കൊണ്ടുവരുന്നെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒറിജിനൽ നെയിം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്ന്. അത് കൊണ്ടുവന്നാൽ ഇച്ചിരൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി തെഫ് ആവത്തില്ല. ഐഡന്റിറ്റി തെഫ് ആവത്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും മുമ്പിലത്തെ ആള് ലെജിറ്റ് ആണോ അല്ലയോ. ട്രൂ കോളറിലാണെങ്കിൽ പലരും ഒരേ പേര് സേവ് ചെയ്ത് ട്രൂ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ട്രൂ കോളർ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഡേറ്റ കൊടുക്കുന്നു, ആ ഡേറ്റാ ബേസിൽ പോയി ഫെച്ച് ചെയ്ത് അത് വെച്ചാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് എന്റെ പേര് വേറെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അന്നായിരിക്കും സേവ്. 10 പേര് സേവ് ചെയ്താൽ മതി. അതെ, അങ്ങനെ ഇപ്പൊ എന്റെ വല്ല ഇരട്ട പേര് വെച്ചാണെങ്കിൽ സേവ് ചെയ്തെങ്കിൽ പെട്ടു, മുമ്പിൽ താങ്കൾ മനസ്സിലാകുന്നില്ല. പിന്നെ വേറെ ഇപ്പം നടക്കുന്നത് വെച്ചാൽ ഡിജിറ്റൽ അറസ്റ്റ്. അതെ, ഡിജിറ്റൽ അറസ്റ്റ് എന്തുവാ അത്? നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിനെ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് ആയി കുറെ പേർക്ക് പൈസയും പോയിട്ടുണ്ട്. അങ്ങനെ അതെ, കുറെ പേര് പേടിച്ചിട്ട് പൈസ കൊടുത്തിട്ടുമുണ്ട്. അതെ, കൂടുതൽ ഈ വിവരമുള്ളവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്, വിദ്യാഭ്യാസം ഉള്ളവര്. കാരണം പെട്ടെന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ വരുക, ഒരു യൂണിഫോം ഇട്ട് ഒരു പോലീസുകാരൻ പറയുക നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ഡിജിറ്റൽ അറസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അങ്ങ് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പെട്ടെന്ന് കാണുമോ എന്ന് പേടിക്കും. കാരണം ഫുള്ളി പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ടും ഫുൾ പോലീസിന്റെ ഇതായിരിക്കും.
അയാൾ ഇട്ടേക്കുന്ന പോലീസ് ആയിരിക്കും, പോലീസിന്റെ യൂണിഫോം ആയിരിക്കും, സംസാരിക്കുന്ന അങ്ങനെ ആയിരിക്കും. കൂട്ടത്തിൽ ചിലപ്പോ വേണമെങ്കിൽ 2-3 പോലീസുകാർ പുറകെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ കാണുമ്പോൾ ചിലപ്പോ സ്വയം പേടിക്കും, ഇതെന്തോ ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ എന്തോ എന്റെ ഇങ്ങനെ ആയി. കാരണം അവര് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് അവരെ ഇങ്ങനെ ചുമ്മാ അല്ല ചെയ്യുന്നത്. ശരി, അവർ നിങ്ങളുടെ ഏകദേശം ഒരു 50% ഇൻഫർമേഷൻ വെച്ചാ അവർ ചെയ്യുന്നത്. നിങ്ങളുടെ പേരെന്തുവാ, നിങ്ങളുടെ ലൊക്കാലിറ്റി എന്തുവാ, അഡ്രസ് എന്തുവാ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വെച്ചാണ് അവർ ഡീറ്റെയിൽസ്. അതെ, ഈവൻ ആധാർ കാർഡ് ഡീറ്റെയിൽസ് വരെ ഉണ്ട്. ചിലപ്പോ അവർ ചോദിക്കും ഈ നമ്പർ നിങ്ങളുടെ ആണോ അല്ലയോ എന്ന്. ഈയിടയ്ക്ക് തൃശ്ശൂർ ഒരു സൈബർ സെൽ പോലീസിനെ വിളിച്ചു, പോലീസിന്റെ വേഷം ധരിച്ച് പോലീസിനെ തന്നെ വിളിച്ചു, പിന്നെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കോമഡി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അല്ലെ ട്രാക്ക് ചെയ്തെന്ന് തോന്നുന്നു. അതെ അതെ. ഇപ്പം നമ്മുടെ കേരള പോലീസ് ആണെങ്കിലും അവര് നമ്മുടെ സൈബർ എയുമായിട്ട് കണക്ട് ചെയ്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് ജില്ലകളിൽ സൈബർ സെല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സൈബർ ക്രൈംസ് ഒക്കെ നടക്കുവാണെങ്കിൽ നമ്മൾക്ക് നേരെ അവിടെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അതെ അതെ, നമുക്ക് ഏതായിരുന്നു നമ്മുടെ നാഷണൽ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഏത് ഫിനാൻഷ്യൽ ക്രൈംസ് നടന്നാലും അല്ലെങ്കിൽ ഫ്രോഡ് നടന്നാലും ഏറ്റവും ആദ്യം നമ്മൾ ഇവരെ ഇൻഫോം ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കോമൺ മാൻ എന്ന നിധിക്ക് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ. ഏറ്റവും ആദ്യത്തെ 1 മണിക്കൂറാണ് ഗോൾഡൻ അവർ. ആ 1 മണിക്കൂറിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ വളരെ പാടാണ്. അപ്പൊ തട്ടിപ്പുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആരെയും ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം പെട്ടെന്ന് അതിനെ തിരിച്ച് ആ പൈസ എല്ലാം നമ്മുടെ ബാങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റു അക്കൗണ്ടിലേക്ക് എല്ലാം സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ എവിടെ പോയെന്ന് പിന്നെ കാരണം ആ 1 മണിക്കൂർ ആ ഒരു ടൈം പീരീഡിൽ അവർക്ക് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ അവർ ട്രേസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിൽ ചെറിയ ഫുട് പ്രിന്റ്സോ ചെറിയ ഡേറ്റാസോ അവർക്ക് കിട്ടും. ആ ഡേറ്റാസ് വെച്ച് വരുവാണെങ്കിൽ നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ പരിഹരിക്കാം. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. ഇതെല്ലാം കേട്ട് പലരും പേടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ പേടിക്കേണ്ട കാര്യമല്ല. ഒക്കെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, അവസാനമായിട്ടും ചെയ്യേണ്ട കാര്യം, ഡിജിറ്റൽ ഹൈജീൻ ഫോളോ ചെയ്യുക. ഡിജിറ്റൽ ഹൈജീൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അൺവാണ്ടഡ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആ ലിങ്ക്സ് ലെജിറ്റ് ആണോ അല്ലയോ അത് നോക്കുക. മെയിൽസ് നോർമലി സ്പാം മെയിൽസ് വരുന്നുണ്ട്, സ്പാം മെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. അഥവാ സ്പാം ആണെങ്കിൽ അതിനെ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുക, അതിൽ കയറാതിരിക്കുക, അതിന്റെ സോഴ്സ് കണ്ടെത്തുക, നോക്കുക. ഇപ്പോൾ നോർമൽ ലിങ്ക്സ് നമ്മൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് കുറെ സൈറ്റ്സ് ഉണ്ട്. വൈറസ് ടോട്ടലിൽ കുറെ സൈറ്റ്സ്, വൈറസ് സിഗ്നേച്ചേഴ്സ് ഉണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടെത്താം വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അതെ, പിന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡ് വല്ലതും ഡാർക്ക് വെബിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ച് ഏതെങ്കിലും കമ്പനി നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാവ് ഐ ബീൻ പോണ്ട് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന ജിമെയിൽ നമുക്ക് അവിടെ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പാസ്വേഡോ വല്ലതും ഡേറ്റാ ബ്രീച്ച് നടന്ന സമയത്ത് ഡാർക്ക് വെബിൽ പോയിട്ടുണ്ടോ ഇല്ലയോ. ഈവൻ അത് ഗൂഗിളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ. അതെ അതെ, ശരിയാണ്. ഗൂഗിളിൽ വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് വെബിൽ നമുക്ക് കണ്ടന്റ് കിട്ടും. യുവർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഡിസ്പ്ലേഡ് ഓൺ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ചാൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരേ പാസ്വേഡ് ഓരോ പ്ലാറ്റ്ഫോമിലും സെയിം ഇത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഫോർവേഡ് പാസ്വേഡ് അടിച്ചാലും ശരി പക്ഷെ ഈ സെയിം പാസ്വേഡ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കല്ലേ. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരിക്കലും അത് ഡാർക്ക് വെബിൽ നമ്മുടെ പാസ്വേഡ് കിട്ടിയാലോ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി അതെ എല്ലാം ഹാക്കാവും. ഇപ്പൊ എളുപ്പമാ. അതെ, ഇപ്പൊ വിചാരിച്ചോ നിങ്ങൾ ജിമെയിൽ അത് ഒരു പാസ്വേഡാ. സെയിം അത് ഫേസ്ബുക്കിന് ഒരു പാസ്വേഡ് ആണെങ്കിൽ രണ്ടും പോവും, രണ്ടും ഹാക്കാവും. അറ്റാക്കറിന് ഒരു പാസ്വേഡ് കിട്ടിയാൽ പോലെ അത് അവർ ട്രൈ ചെയ്ത് വേറെ അക്കൗണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് മൊത്തം അക്കൗണ്ട് വേണമെങ്കിൽ എല്ലാ അക്കൗണ്ടും വേണമെങ്കിൽ നമ്മൾ ഹാക്ക് ആക്കാം. നിങ്ങൾക്കറിയാൻ അറിയില്ല, ഗിറ്റ്ഹബ് നമ്മൾ ഇപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അത് യൂസർ നെയിം പിന്നെ നമ്മളിപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ വരുന്നുണ്ട് ദിസ് പാസ്വേഡ് ഈസ് ബീൻ രജിസ്റ്റേർഡ് ഇൻ പ്രീവിയസ് അക്കൗണ്ട്സ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് നേരത്തെ അങ്ങാണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പാസ്വേഡ് പറ്റില്ല, വേറെ ഒരു പാസ്വേഡ് നിങ്ങൾ തരും. അതൊരു നല്ല ഫീച്ചറാണ്. ഈ ഫീച്ചർ എനിക്ക് തോന്നുന്നു വേറെ പ്ലാറ്റ്ഫോമിലും കൊണ്ടുവരേണ്ടതാണ്. കാരണം നല്ല ഫീച്ചറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റിഡൻഡൻസി ആവത്തില്ല. നമ്മൾ സൈബർ ഫീൽഡിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ ട്രസ്റ്റ് ചെയ്യല്ലേ, എല്ലാം വെരിഫൈ ചെയ്തിട്ടേ ചെയ്യാവൂ.
ഇപ്പം നമ്മളെ ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് വെച്ചാൽ ഓക്കെ ശരി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ നമുക്കറിയാവുന്ന ബാങ്കിന്റെ നമ്പർ ഉണ്ടല്ലോ അവരെ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസാ വിളിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ഇന്നപോലെ വിളിച്ചിട്ടുണ്ടോ, ഇന്നതാ സംഭവം. അത് വെരിഫൈ ചെയ്യുക, ഒരിക്കലും ട്രസ്റ്റ് ചെയ്യല്ല, ജസ്റ്റ് വെരിഫൈ. വെരിഫൈഡ് സോഴ്സിൽ നിന്ന് നമ്മൾ ലെജിറ്റിമേറ്റ് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, ആൻസേഴ്സ് എടുക്കുക. അല്ലാതെ അൺവെരിഫൈഡ് സോഴ്സിൽ പോയി നമ്മൾ ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അത് എത്ര പേര് വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിൽ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ചെയ്തിട്ടില്ല ഇന്ന് തന്നെ ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തിട്ടില്ല ഹാക്കറിന് എളുപ്പമാണ്. നമുക്കൊരു OTP വരാതെ തന്നെ ഹാക്കറിന് ആ അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഒത്തിരി സോഷ്യൽ സെലിബ്രിറ്റീസിന്റെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അത് റിക്കവർ എടുക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ അത് സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം ഹാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അത്രയും ലെജിറ്റിമേറ്റ് ആയിട്ടില്ല. ഓക്കെ, അതാണ്. ഇപ്പം എല്ലാവർക്കും ജസ്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പം അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.